ഫുഡ് കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ ഫുഡ് കഴിക്കുന്നത്? ഇപ്പൊ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു കല്യാണത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഫുഡ് തന്നെയാണ്. ആഹാരം തേടി പിടിച്ച് കഴിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാം കഴിക്കാൻ പോകുന്ന കൂടുതലും വീഡിയോസ് കണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാരം മാക്സിമം ബഹുമാനത്തോടു കൂടിയും വേസ്റ്റ് ആക്കാതെയും ഒരിക്കലും ഭക്ഷണം പാഴിക്കളയാതെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുക, മനസ്സ് സംതൃപ്തമായിട്ട് കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, അല്ലെ? ഹാപ്പി ആയിരിക്കുക. അത് കൊള്ളാല്ലേ അല്ലേ? ലാവണാസിന് പകരം ന്യൂ ഡ്രൈവർ അതുള്ള കൂടി വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു. തുടങ്ങിക്കോ. അതായത് നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് തുടക്കം വേണ്ട. ഞങ്ങളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹലോ ഗൈസ് തുടങ്ങിയില്ല. അത് കണ്ടെന്നല്ലോ. ഹലോ ഗൈസ് വേണം, വിഗേറ്റ്സ് വേണ്ട. നമുക്ക് നമുക്കൊന്നും കൂടെ ഒന്ന് ഇതാക്കണം, കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യണം. അത് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് നടത്തിട്ട് തുടങ്ങിക്കോ. അതുപോലെ തന്നെ തുടങ്ങിക്കോ. ഹലോ ഗൈസ്, വിഗേറ്റ്സ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ലൈക്ക് ഒരു സബ്ജക്റ്റ് മാറിയാണ്. ഞങ്ങൾക്ക് ഇന്ന് തോന്നിയൊരു ചെറിയ ചോദ്യം: കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ കഴിക്കുന്നത്? എന്താണ് അഭിപ്രായം? അതെ, നമ്മുടെ ഓരോരോ അഭിപ്രായങ്ങൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗ്യാങ് എന്നുള്ള രീതിക്ക് നമ്മുടെ തന്നെ അഭിപ്രായം നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ്. കാരണം ഇത് ജെനുവിൻലി നോക്കുമ്പോൾ രണ്ടോ അഭിപ്രായം വരേണ്ട കാര്യമായിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ട് രണ്ടും അതിൽ കൂടുതൽ അഭിപ്രായം വരാം. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആഹാരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പം തോന്നിയൊരു ചോദ്യമാണ്: നമ്മളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, അതെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണോ ആഹാരം കഴിക്കുന്നത്? അപ്പോ എന്റെ പേഴ്സണൽ അഭിപ്രായം നീ തന്നെ തുടങ്ങിക്കോ. ഞാൻ കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സത്യം കൊണ്ടുവന്ന വിശപ്പ് വെച്ചല്ല, ആക്രാന്തം കൊണ്ടാണ്. സത്യം. ഞാനിപ്പോ പോകുന്നു, ഒരു സാധനം കാണുമ്പോൾ വിശപ്പൊന്നും കാണില്ല, വെറുതെ വണ്ടി നിർത്തുന്നു, വെറുതെ മേടിക്കുന്നു, വെറുതെ കഴിക്കുന്നു. കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന സമയം 12 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാം, 4 മണിയാകുമ്പോൾ ചായ കുടിച്ചിട്ട് കഴിക്കാം. അങ്ങനെ ഒരു തോന്നലാണ്. വിശപ്പ് കൂറണമെന്നുള്ള നിർബന്ധം തോന്നുന്നില്ല. അതാണ് പ്രശ്നം. എനിക്കും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോ നിന്റെ കാഴ്ചപ്പാടില് നമ്മള് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? ഞാൻ സീസണബിൾ എന്ന് പറയുമ്പോ മുമ്പോട്ട് വന്ന് സംസാരിക്കും, ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടണം. ഞാൻ ചില നേരത്തെ ബോഡിയെ പറ്റി അല്ലെ ഹെൽത്ത് കോൺഷ്യസ് ആവുമ്പോ ഞാൻ എന്താ പറയാ ജസ്റ്റ് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫുഡ് കഴിക്കുന്നു. അങ്ങനെ അല്ലാത്ത തന്നെ തോന്നുന്ന മന്തിയും കൂട്ടി കഴിക്കും. അത് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു. അപ്പൊ രണ്ട് രീതിക്കും ജീവിക്കുന്ന ഒരാളാണ് അപ്പോസ്. ദിവ്യ എന്തോന്നാ ഇങ്ങോട്ട് വാ, സൈഡിലോട്ട് അത് കനക്കണ്ട. ദിവ്യയുടെ കാഴ്ചപ്പാട്, ദിവ്യ പറയാൻ പറ്റിയ ആളാണ്. ഡയറ്റീഷ്യൻ അല്ലേ? ഡയറ്റീഷ്യൻ PhD എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഏകദേശം MSc ഏകദേശം കഴിഞ്ഞ ഒരാളാണെന്നുള്ള നിലയിൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കുറച്ചൊന്ന് ഫേസ് ശരി ഒന്ന്. ജീവിക്കാൻ വേണ്ടി ആവശ്യത്തിന് തന്നെ കാർബായാലും പ്രോട്ടീൻ ആയാലും നമ്മൾ ആവശ്യത്തിന് കഴിക്കണം. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ നമുക്ക് എന്തായാലും ഓരോ തരം അസുഖം ഉണ്ടാവും. അതെനിക്കൊരു ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. അല്ലാതെ എപ്പോഴും റൈസും കാർബും ഒക്കെ കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയുകയും ചെയ്യും. കാർബ് അടിഞ്ഞ് ഫാറ്റായി നമുക്ക് കൊളസ്ട്രോള്, പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ ഒരുപാട് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ബോഡിക്ക് വേണ്ട ഫുഡ് മാത്രം കഴിക്കാൻ നോക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. അതെ, അത് നല്ലൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ലോജിക്കലി ചിന്തിക്കുമ്പം അതാണ് കറക്റ്റ് ആൻസർ. എന്തെങ്കിലും എന്നാലും എന്തെങ്കിലും ഒരു അഭിപ്രായം? ജീവിക്കാൻ വേണ്ടിയാണ്, കഴിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. എനിക്ക് ഇഷ്ടമുള്ളത് എന്ത് തോന്നുന്നു അതിപ്പോഴാണ്. പണ്ട് അങ്ങനെയില്ലായിരുന്നു. ഇപ്പൊ ഇഷ്ടമുള്ളത് എന്താണോ അത് എനിക്ക് തോന്നുമ്പോ കഴിക്കാം, അല്ലാത്തപ്പോ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്ന പോലെ കഴിക്കും. ഇത്രേ ഉള്ളൂ. എന്റെ ഒരു കാഴ്ചപ്പാടില് പണ്ടത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാല് പണ്ടുള്ള ആൾക്കാരൊക്കെ ജോലി കാര്യങ്ങളൊന്നുമില്ല. അവര് ചെയ്യുന്ന എന്തുവാ? വേട്ടയാടുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു,
രാവിലെ വീണ്ടും വേട്ടയാടുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെയല്ലേ പണ്ടുള്ള ആൾക്കാരെല്ലാം ജീവിച്ചിരുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ ഓരോരോ ഡെവലപ്പായി വന്നപ്പോഴാണ് അവർ മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോയതും അതിൽ നിന്ന് ഇപ്പം ജോലിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, പണം സമ്പാദിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്മെന്റ് ആയി വന്നതാണ്. ഇപ്പൊ അത്യാവശ്യം നമ്മൾ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജിൽ മോസ്റ്റ് കോമൺ ആൾക്കാരും എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പൊ ഞാൻ രാഹുൽ പറഞ്ഞ കണക്ക് ഞാനും കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളാണ്. കാരണം വിശപ്പ് വരുന്ന സമയത്തല്ല കഴിക്കാൻ എന്തപ്പം കിട്ടും അപ്പം കഴിക്കും. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന രീതിക്കല്ല നമ്മൾ ആരും കഴിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കുഴിമൻ തേച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ കുറച്ച് കമ്പാരിറ്റീവ് ഇടയ്ക്ക് കുറവായിരുന്നു. മുമ്പ് ഓർക്കുന്നുണ്ടോ? ഒരു 1-2 വർഷം മുന്നേ 7 മണിയാകുമ്പോ എവിടാ നിക്കുന്നു, എന്തോന്ന് പരിപാടി, മന്തി കഴിക്കാൻ പോയാല, ഇതായിരുന്നു കുറേ നാളത്തെ ഡയലോഗ്. പ്രത്യേകിച്ച് ആ സഹാറ് ഓപ്പൺ ആയ ടൈമിലൊക്കെ മുമ്പേ തട്ടുകടകള്, പെറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഇതിൽ നിന്നൊക്കെയാണ് ശരിക്കും തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്നു, അവിടെ ശരിക്കും ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മള് എന്തെല്ലാം വിഭാഗത്തില് ഫുഡ്. സത്യമായിട്ട് ഞാൻ ഇന്നലെ പോയ കല്യാണത്തിനും എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. സ്വാഭാവികമായിട്ട് നമുക്കിപ്പം ആഹാരം എന്നുള്ള കാഴ്ചപ്പാട് നോക്കുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കറി, ഇപ്പൊ റൈസ് ആണെങ്കിൽ റൈസ്, ചിക്കൻ കറി എങ്കിൽ ചിക്കൻ കറി, വെള്ളം, ഫ്രൂട്ട്സ് ഐറ്റംസ്, ഇത്രയുടെ ആവശ്യമുള്ളൂ. പക്ഷെ അതിന് പകരം പോലെ പല സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതപ്പം ശരിക്കും ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു ആഡംബരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ചിന്താഗതിയിൽ നിന്നാണ് എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ, ഞാൻ ഈ ചോദ്യം തന്നെ നമുക്കൊരു ഡിബേറ്റബിൾ അല്ലേ എന്ന് തോന്നിയത്. നിലവിലൊരു സാഹചര്യത്തിൽ ഒരു കല്യാണത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഫുഡ് തന്നെയാണ്. ഏറ്റവും ആൾക്കാർ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫുഡിന് തന്നെയാണ്. എത്ര കാറ്ററിംഗ് സർവീസുകളാണ് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ കാര്യം അവരുടെ വെറൈറ്റി ഫുഡുകൾ ആൾക്കാർ ട്രൈ, എത്ര ഫുഡ് വ്ളോഗേഴ്സ് ആണ് ഇപ്പൊ തന്നെ ഉള്ളത് അല്ലേ? ഫുഡ് വ്ളോഗേഴ്സ്. കാര്യം അവര് ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് വേറെ രീതിക്കല്ല, അവരെ പ്രൊമോഷന് വിളിച്ച് അവരുടെ വീഡിയോ കണ്ട് നമ്മൾ തന്നെ എത്രയോ വീഡിയോസ് കണ്ടിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ ആഹാരത്തോട് നമുക്ക് ശരിക്കും ഒരു അട്രാക്ഷനാണ്. ആഹാരം എന്ന് പറയുന്നത് ഒരു ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവം അല്ല എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സ്റ്റേജിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് അതായത് എനിക്ക് നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും കാലഘട്ടത്തൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സാണ് ആഹാരം എന്ന് പറയുന്നത്. കാര്യം അന്നൊരു കുടുംബത്തില് 5, 6, 10, 12 ഒക്കെ ആൾക്കാരുണ്ട്. അവര് ഒരു നേരത്തെ കഞ്ഞിയും കഴിച്ച് ആണ് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീട്ടിൽ ഇപ്പോഴും പറയാറുണ്ട്, അവർ ഒരു നേരത്തെ കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാണ് അവർ ഇപ്പം കാണുന്ന രീതിക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട്. പക്ഷെ അപ്പം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഫുഡിന് വേണ്ടി തന്നെ എന്തോരം പൈസ ചിലവാക്കി കളയുന്നുണ്ട്. അതായത് ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 3000, 4000, 5000 രൂപ വരെ ഫുഡിന് വേണ്ടി മാത്രം ചിലവാക്കി. വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നതിന് പുറമെ അങ്ങനെ എടുത്ത് പറയണം, പർട്ടിക്കുലറി പറയണം, ചിലവാക്കി കളയുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും തോന്നുന്നു. അല്ലാത്തവരും ഉണ്ടാവാം. ഈവൻ നോക്കിക്കോ, കഴക്കൂട്ടത്തിന്റെ പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഇപ്പൊ കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ മെയിൻ ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റി കഴിഞ്ഞു. പ്രോപ്പർ കഴക്കൂട്ടം ജംഗ്ഷൻ തൊട്ട് ഓൾമോസ്റ്റ് ഒരു നമ്മുടെ കുളത്തൂരൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് മാത്രമേ ഉള്ളൂ. വെറൈറ്റി ഓഫ് ഫുഡ്സ് ആണ് ഇഷ്ടം പോലെ, അത്രേ ഉള്ളൂ. കാരണം ഒരു ടൈം കഴിയുമ്പോൾ ആൾക്കാർ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ബ്രോക്കോ, മലബാർ കിസ, അങ്ങനെ കുറെ ഹോട്ടൽസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പൊ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഫുഡ് കഴിയുമ്പോൾ മാത്രമാണ്. ആ അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എസെൻഷ്യൽ ഇക്വേഷൻ റിലവൻ്റ് ആണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ ഫുഡ് കഴിക്കുന്നത്? അതെ, ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എന്താ പറയും? ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് തിരിച്ചാണ്. കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ ഒരു ടൈം കഴിയുമ്പോൾ പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക. കാരണം നമ്മളല്ല ജീവിക്കാൻ വേണ്ടി മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ എന്നുള്ള രീതിക്ക് പോകണം. അപ്പൊ അതിന് ശരിക്കും ഫുഡ് എന്നുള്ള കൺസെപ്റ്റ് പോകാൻ പറ്റില്ല. അപ്പോസ് ഡയറ്റ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം ഇപ്പൊ ഡയറ്റിലാണെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? അല്ല, അപ്പോസ് നീ രണ്ട് രീതി ഫോളോ ചെയ്യുന്ന ആള് എന്നുള്ള പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഡയറ്റ് പിടിക്കുന്ന സമയത്ത് ഫുഡ് നോർമലി എന്റെ ശരീരത്തിന് വേണ്ട ഫുഡ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അധികം ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളപ്പോ എങ്ങനെയാണ് അത് കഴിക്കുന്നത്? എനിക്ക് പ്രോപ്പർ മെനു ആയിട്ടൊന്നുമില്ല. വീട്ടിൽ എന്തുണ്ടാക്കുന്നു അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് കഴിക്കുന്നു. മീൻസ് രാവിലെ എഴുന്നേറ്റിട്ട് മുട്ട, പാല്,
ഉച്ചയ്ക്ക് ലേശം എന്താ പറയുക ചപ്പാത്തി ദോശയ്ക്ക് ദോശ അങ്ങനെ രാത്രിയും ചെയ്യും. ഇതിന്റെ ഇടയിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ കഴിക്കും, കഴിക്കത്തില്ല, അത് ഡിപ്പെൻസ്. കഴിക്കുന്ന മാക്സിമം പ്രോട്ടീൻ കഴിക്കാൻ നോക്കും, ചിക്കൻ, മുട്ട, കുറച്ച് ബീഫ് അങ്ങനെ. അല്ലാതെ ഷുഗർ ഓയില് അതൊന്നും ആഡ് ചെയ്യാറില്ല ആ ടൈമിൽ. അല്ലാത്തപ്പോ എന്താ അവിടെ കിട്ടുന്നത് ഞാൻ കഴിക്കും, അത് കഴിക്കും. അതിനെപ്പറ്റി ഞാൻ ബോധേടല്ല അതിനെപ്പറ്റി. ആ സമയത്ത് എന്തും കിട്ടുന്ന ആഹാരം കഴിക്കാൻ പറ്റുന്ന എന്തും കഴിക്കും. അല്ല എന്തും കഴിക്കും നമ്മൾ പറയാൻ പറ്റില്ല അല്ലാത്ത ടൈമിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു മോസ്റ്റ് കോമൺ ആൾക്കാരും നൗ ഡേയ്സ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ള കൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു സമൂഹം ഫുഡ് എന്നുള്ള രീതിക്ക് മാറ്റി അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന രീതിക്ക് കഴിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അല്ലേ. അല്ലെങ്കിൽ അവരവരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കോമന്റ് ചെയ്യണം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം, സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആഹാരം തേടി പിടിച്ച് കഴിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. 100% പല ആൾക്കാരും ഉണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നല്ല പല ലോകത്ത് തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരം മാക്സിമം ബഹുമാനത്തോടു കൂടിയും വേസ്റ്റ് ആക്കാതെയും കഴിക്കുക. കാരണം നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ ആ രീതിക്ക്, അതായത് മിസ്യൂസ് ചെയ്യരുത്. നമുക്ക് എന്തും കഴിക്കാം. കാരണം നമ്മൾ 10 മണിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്ക് എന്തും കഴിക്കാം, എവിടെ വേണോ പോയി വാങ്ങിച്ച് കഴിക്കാം. അതൊന്നും മറ്റുള്ള നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നീ എന്തിനാ അത്രയും പൈസ കൊടുത്ത് അത് പോയി കഴിക്കണം, ആ സമയം കൊണ്ട് പാവപ്പെട്ട ഒരാൾക്ക് ഫുഡ് മേടിച്ച് കൊടുത്തൂടെ, അങ്ങനെ പറയുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഇല്ലേ. നമ്മൾ അധ്വാനിച്ച് കഴിക്കുന്നതിന്റെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല രീതിക്കുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അല്ലാതെ ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മുടെ ക്ലബിന്റെ വകയാണെങ്കിലും ക്ഷേത്രത്തിന്റെ പങ്കിലാണെന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയ രീതിക്കാണെന്നുണ്ടെങ്കിലും പല രീതിക്കും നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ്, അപ്പൊ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരുത്തം വന്ന് ശല്യപ്പെടുത്തി നമ്മളെ ചെറുക്കനെ വിളിച്ചൊന്ന് പോകാൻ പോകണം. അതെ, ശരീരം അനങ്ങി പണിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ വാങ്ങി കഴിച്ച് നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക, ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ഇപ്പം നമ്മൾ എത്ര കൃത്യമായിട്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ടുപോയാലും നമുക്കൊരു ഇതുണ്ട്. കാരണം കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് പലതും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ 24 മണിക്കൂർ വെള്ളം അടിച്ചടക്കുന്നവർ 90-100 വയസ്സ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലല്ല. അതൊക്കെ ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് പലരും ചിലതിനെ ദൈവം എന്ന് പറയും. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇരിക്കും. കൺക്ലൂഡ് വാക്കുകൾ കിട്ടുന്നില്ല. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുക. മെയിൻ കാര്യം ഭക്ഷണം പാഴിക്കളയരുത്. നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ഫുഡിനെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. അത് കിട്ടാതെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരിക്കലും ഭക്ഷണം പാഴിക്കളയരുത്. ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുക, മനസ്സ് സംതൃപ്തമായിട്ട് കഴിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, അല്ലേ, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാത്രി ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മളിനി അടുത്ത ഇതുപോലുള്ള കൺസെപ്റ്റുകളായിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ എൻ്റെ അടിയിൽ കമന്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടിയിൽ വ്യക്തമായിട്ടുള്ളൊരു കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. അവര് വീഗേറ്റ്സ് അത് കൊള്ളത്തില്ല എന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഒരു പുതിയ എന്തിനാണ് കണ്ടന്റ് കിട്ടാതായപ്പോഴല്ല, പുതിയൊരു സീരീസിന്റെ തുടക്കമാണ്. ഇങ്ങനെയുള്ള സീരീസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും. സീരീസ് മീൻസ് അതിനെന്താ പറയുന്നത്, ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി. അത് തന്നെ. അവളെന്നല്ല ദീപിക പറഞ്ഞ് വീഗേറ്റ്സ് ഡിയർ എന്നോ അങ്ങനെ എന്തോ ആണ്. ഒരാളെടുത്ത് ചോദിക്കുന്നതാണ്. അതിലും കാര്യമുണ്ട്.
നമ്മുടെ ഒരുപാട് പ്രായത്തിനൊത്തോ speed അതിന് സോറി ആ. അതിന് താഴോട്ടുള്ള വി ഗേറ്റ്സ് ഡിയർ ചോദിക്കും. റെസ്പെക്ട് ആണ്. വി ഗേറ്റ്സ് ഈനനാണ്. അത് വ്യത്യാസമുണ്ട്. വി ഗേറ്റ്സ് കോമൺ ആണ്. Okay. വി ഗേറ്റ്സ് ചോദിച്ചാൽ മതി. ഓ അപ്പൊ തുടങ്ങിക്കോ.